ഫയർ ഫൈറ്റർ മരിച്ച് നരകത്തിലെത്തുന്നു. ഒരു റെസ്ക്യൂ മിഷന്റെ സമയത്ത് ഈ ഫയർ ഫൈറ്റർ 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീഴുന്നു. ഭാഗ്യത്തിന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കുട്ടി സേഫ് ആകുന്നു. അയാൾ പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. പെട്ടെന്ന് അയാളെ ആരോ പുറകിൽ നിന്നും വിളിക്കുന്നു. നോക്കുമ്പോൾ 2 ആളുകൾ അയാളെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അയാൾ സ്വന്തം ബോഡി അവിടെ കാണുന്നത്. അയാൾ മരിച്ചു എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അയാളെ നോക്കി വന്ന 2 പേർ നരകത്തിൽ നിന്നുമായിരുന്നു. ഭൂമിയിലുള്ള സമയം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അയാൾ അവരുടെ കൂടെ നരകത്തിലേക്ക് പോകുന്നു. നരകത്തിലെ രാജ്ഞിയുടെ മുന്നിൽ എത്തുന്നു. എന്നാൽ ജീവിതകാലം മുഴുവൻ അവൻ സ്വന്തം ജീവൻ കൊടുത്താണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കിയ രാജ്ഞി അയാളെ അഭിനന്ദിക്കുന്നു. ഓർമ്മയ്ക്കായി അവിടെ ഒരു സ്റ്റാച്ചു പണി കഴിപ്പിക്കാമെന്നും അവർ പറയുന്നു. ഇനി അയാളോട് എന്തിനാണ് സ്വന്തം ജീവൻ കൊടുത്ത് മറ്റുള്ളവരെ രക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അയാൾ ഒന്നും ചിന്തിക്കാതെ പറയുന്നു, പൈസയ്ക്ക് വേണ്ടിയാണെന്ന്. കേട്ട് എല്ലാവരും ഷോക്കാകുന്നു. രാജ്ഞി അയാളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. താഴോട്ട് നോക്കുമ്പോൾ അവിടെ മടിയന്മാരെ ടോർച്ചർ ചെയ്യുന്നത് കാണുന്നു. ആളുകൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നതും ആ വെള്ളത്തിൽ ചാടുന്ന ആളുകളെ പിറാന മീനുകൾ കടിച്ചു കൊല്ലുന്നതും അയാൾ കാണുന്നു. ഇതെല്ലാം കണ്ട് അയാൾക്ക് പേടിയാകുന്നു. എന്നാൽ അലിവ് തോന്നിയ ഒരാൾ രാജ്ഞിയോട് അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ അപേക്ഷിക്കുന്നു. ശരിക്കും അയാൾ രാപ്പകൽ 5 ജോലികൾ ഒരുമിച്ച് ചെയ്തിരുന്നു. ഹോട്ടലിലെ പണിയെടുത്തും മാർക്കറ്റിലെ പണിയെടുത്തും പോർട്ടറായിട്ടും ബാത്റൂം ക്ലീൻ ചെയ്തും ഡ്രൈവറായിട്ടും എല്ലാം അയാൾ രാപകൽ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാം അയാൾ സ്വന്തം ലാഭത്തിനല്ല, അയാളുടെ വയ്യാത്ത അമ്മയെ നോക്കാനും അനിയനെ നോക്കാനും വേണ്ടിയിട്ടാണ് അയാൾ ഇതെല്ലാം ചെയ്തു പോകുന്നത്. ഇത് കണ്ട് അയാളുടെ പണിഷ്മെൻറ്റ് മാറ്റുകയും അയാൾ ഇന്നസെൻ്റ് ആണെന്ന് വിധിക്കുകയും രാജ്ഞി ചെയ്യുന്നു.